ക്രിസ്ത്യൻ പ്രതിനിധിയിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നു, ജോർജ് കുര്യൻ. ഇന്ന് ആ കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും നിസ്സഹായമായ പെർഫോമൻസാണ് നമ്മൾ കണ്ടത്. എനിക്ക് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനോട് പറയാനുള്ളത്, അങ്ങിനി ഹിന്ദി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വികാരം അത് മനസ്സിലാക്കാൻ പഠിക്കണം. ചില സമയങ്ങളിൽ സൈലൻസ് ഈസ് ഗോൾഡൻ എന്നാണ്. അങ്ങേക്ക് ചുരുങ്ങിയ പക്ഷം വായ തുറക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അങ്ങ് ഇന്ന് 2 കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ കഴിയുന്ന സമയത്ത്, 53 കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കഴിയുന്ന സമയത്ത്, 2 മാലാഖമാർ അവിടെ അങ്ങനെ തടങ്കൽ കഴിയുന്ന സമയത്ത് ചിരിച്ചും ഉല്ലസിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും നടത്തിയ പ്രകടനമുണ്ടല്ലോ, അത് അത്യന്തം ഖേദകരമാണ്. അത് അത്യന്തം വഷളത്തരം നിറഞ്ഞ പ്രയോഗമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യമായി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് നമ്മൾ കണ്ടു. എവിടെയെന്നറിയാമോ? തെരുവിലല്ല. മുതലപ്പുഴയിൽ ജോർജ് കുര്യൻ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് ജോർജ് കുര്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് പോയി തുടങ്ങി. നിങ്ങൾ എത്ര കൊന്ത കൊടുത്താലും കുരിശു കൊടുത്താലും കേക്ക് കൊടുത്താലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിശ്വാസികൾക്ക് ഇന്ന് BJP നേതാവ് പറയുന്നതിൽ വിശ്വാസമില്ല എന്നതിൻ്റെ തെളിവാണ്. അതാണിന്ന് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം. എന്താണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്? ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യൻ സഭയിലെ 2 മാലാഖമാരായിരിക്കുന്ന 2 വയോധികരായിരിക്കുന്ന സിസ്റ്റർമാർ ജയിലിൽ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി, ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി.